اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ലോകമെന്ന അശാന്തിയുടെ കാർമേഘങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിൽ കടന്നു ചെന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനഈ എന്ന് പറയുന്ന ഇറാന്റെ നേതാവിനെ കൊല ചെയ്തു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക, ഇസ്രയേൽ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്വ ശക്തികൾ കാലങ്ങളായി പരിശുദ്ധ ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശൈലി ഏത് ലോകത്തുണ്ടോ, ഏത് രാജ്യത്തുണ്ടോ, ഏത് ജനത അതിനെ അംഗീകരിക്കുന്നുവോ അവിടെയൊക്കെ കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരൊക്കെ കാത്തുകൊണ്ടിരിക്കുന്ന, അവരൊക്കെ പ്രതീക്ഷിക്കുന്ന അവരെ സൂപ്പർ ഹീറോ ദജ്ജാൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനോട് പ്രത്യേകമായി സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാ നിസ്കാരങ്ങളിലും ആ ദജ്ജാലിൻ്റെ ഷർറിനെ തൊട്ട് അഭയം തേടാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൂപ്പർ ഹീറോയെ ആഘോഷത്തോടുകൂടെ ഇന്ന് ഇസ്രയേലും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളൊക്കെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. ആ ദജ്ജാലിന് വേണ്ടി അവർ വഴിവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്വ ശക്തി ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധികാരത്തിൽ കടന്നു ചെന്നുകൊണ്ട് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ധീരയോദ്ധാവിനെ വധിച്ചു. നമ്മൾക്കത് കണ്ടതാണ്, കേട്ടതാണ്. അതുപോലെ ഇറാഖ് എന്ന് മാത്രമല്ല, സിറിയ, ലിബിയ, അഫ്ഗാനിസ്ഥാൻ, ഏതൊക്കെ രാജ്യത്ത് പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടോ ആ രാജ്യത്തൊക്കെ കടന്നു ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ തൂത്തെറിയുക എന്ന ലക്ഷ്യത്തോടുകൂടെ കാലങ്ങളായി അവർ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ തലക്ക് മീതെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തിരു ഹദീസാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, കാലം അവസാനമാകുന്ന സന്ദർഭത്തിൽ ഭക്ഷണത്തളികയിലേക്ക് പല ഭാഗത്തുനിന്ന് കൈകൾ വരുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെ ആക്രമിക്കാൻ പല ഭാഗത്തുനിന്നും പല ആളുകളും രംഗത്ത് വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിനോട് ഈ സംഭവം പറയുമ്പോൾ സ്വഹാബത്തുൽ കിറാം ചോദിക്കുന്നു, നബിയെ, ആ സമയത്ത് അങ്ങയുടെ ഉമ്മത്ത് വളരെ കുറച്ചാകുമോ നബിയെ, ന്യൂനപക്ഷമാകുമോ നബിയെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അല്ല, എൻ്റെ ഉമ്മത്ത് ന്യൂനപക്ഷമല്ല, മറിച്ച് എൻ്റെ ഉമ്മത്തിൽ അന്ന് ഉണ്ടാവുക രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ഉമ്മത്തിന് അന്നുണ്ടാവുക രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ആ സംഭവം? അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ദുനിയാവിനോടുള്ള സ്നേഹം, രണ്ട് മരണത്തിനോടുള്ള വെറുപ്പ്. ഈ രണ്ട് സാധനങ്ങളെ സിറിഞ്ചിൽ കയറ്റി പരിശുദ്ധ ഇസ്ലാം ഏതൊക്കെ സ്ഥലത്ത് തനതായ ശൈലിയിൽ പോകുന്നുണ്ടോ അവിടെയൊക്കെ കുത്തിക്കയറ്റുക എന്നുള്ളതാണ് ഇന്ന് അമേരിക്കയും ഇസ്രയേലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാമിക രൂപത്തിൽ ജീവിക്കുന്ന ആളുകളെ മനസ്സിലേക്ക്
ദുനിയാവിനോടുള്ള സ്നേഹം അങ്ങ് കയറ്റിവിട്ടു, മരണത്തിനോടുള്ള വെറുപ്പങ്ങ് കയറ്റിവിട്ടു. അതുതന്നെയാണ് ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അത് വ്യക്തമായി അത് മനസ്സിലാക്കുന്നു, നമ്മളത് അറിയുന്നു. ദുനിയാവിനോടുള്ള സ്നേഹവും മരണത്തിനോടുള്ള വെറുപ്പും ഒരു മനുഷ്യനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കും. നമ്മുടെ കൊച്ചു രാജ്യത്ത് പോലും നിരീശ്വരവാദികൾ എന്ന് പറയുന്ന പേരിൽ ഉടലെടുത്ത ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയത്തിനെതിരെ, ആദർശത്തിനെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു പുഞ്ചിരിയിൽ അകപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്റെ ഉമ്മത്തന്ന് ഒരുപാടുണ്ടാവും, പക്ഷേ അവരൊന്നും എന്ത് ചെയ്യൂല, ഒറ്റക്കെട്ടായി നിലകൊള്ളൂല. എന്താ കാരണം? ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹമാണ്. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോടുള്ള വെറുപ്പാണ്. അത് തന്നെയാണ് അവരെ പിന്നോട്ടടിക്കുന്നത്, അത് തന്നെയാണ് അവരെ ഭീരുക്കളാക്കുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ പിന്നിൽ അമേരിക്കയും ഇസ്രയേലും പോലത്തെ സാമ്രാജ്യത്വ ശക്തികൾ സൂപ്പർ ഹീറോയായി കൊണ്ടു നടക്കുന്ന ദജ്ജാലിനിക്ക് വേണ്ടി അവർ വഴിവിട്ടുകയാണ്. ആ ദജ്ജാല് വരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിമായ മനുഷ്യന് ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ മുന്നറിയിപ്പുകളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യ മനസ്സിൽ ദുനിയാവിനോടുള്ള സ്നേഹം കടന്നുകൂടി. ഇന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ സമാധാനത്തിന്റെ വാഹകരാണ്. ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളും സമാധാനത്തിന്റെ വാഹകരാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഒരിക്കലും ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലൂ, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ സമാധാനവാഹകരാണ്, ഞങ്ങൾ സമാധാനത്തിന്റെ വാഹകരാണെന്ന് അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പരമ്പൊരുളാകുന്ന അല്ലാഹു പറയുന്നു, അലാ, നിങ്ങൾ അറിയുക, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരാണ് ആര്? അലാ, നിങ്ങൾ അറിയണം, അവരാണ് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല, അവരത് അറിയുന്നില്ല. അവർ മനസ്സിൽ വെക്കുന്നത് എന്താണ്? അവരാണ് സമാധാനത്തിന്റെ വാഹകരെന്നാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊല ചെയ്തിട്ട് പോലും ഇന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ശൈലിയിൽ ജീവിക്കുന്ന ആളുകൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന ആ ആക്ഷേപം ലോകത്തങ്ങ് അടിച്ചു കയറ്റി അവർ പുണ്യാളന്മാരായി ചമയുകയാണ്, അവർ പുണ്യാളന്മാരാവുകയാണ്. ഫലസ്തീനിൽ 50,000-ൽ ചില്ലാൻ ആളുകളെ കൊല ചെയ്തിട്ട് പോലും ഇന്നും ഇസ്രയേലിനെ പിന്താകുന്ന എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇസ്രയേലിനെ സമാധാനത്തിന്റെ വാഹകരാക്കുന്ന, പാവങ്ങളാക്കുന്ന എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ പവർ, ലോകരാജ്യത്തിലെ വൻ ശക്തിയായ അമേരിക്ക എത്ര ആളുകളെയാണ് കൊല ചെയ്തത്? നിരപരാധികളായ എത്ര സ്ത്രീകളെ, എത്ര കുട്ടികളെയാണ് കൊല ചെയ്തത്? പക്ഷെ എന്നിട്ടും അത് സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര അത്ഭുതമാണ്. ഭക്ഷണത്തളികയിലേക്ക് പല ഭാഗത്തുനിന്നും കൈകൾ വരുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെ ആക്രമിക്കുന്നൊരു കാലം വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഓരോ കമന്റ് ബോക്സുകളും നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങെത്ര പരിശുദ്ധനാണ്, അങ്ങെത്ര വലിയ മഹാനാണ്, ഓരോ കാര്യങ്ങളും ഉമ്മത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്തില്ലേ അങ്ങ്.
നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.